നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവുമായി എത്തിയ 4-അംഗ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. സംഘം പിടിയിലായത് 22 കിലോ കഞ്ചാവുമായി. കമ്പം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് 3 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തെ. ഇടുക്കിയിൽ നിരവധി ഇരുചക്രവാഹന മോഷണ കേസുകളിൽ പ്രതികളായ 2 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് ഏതാനും നാളുകൾക്കിടെ ജില്ലയിൽ നിന്ന് കാണാതായ വിവിധ ബൈക്ക് മോഷണ കേസുകളിലെ പ്രതികൾ. അയ്യപ്പൻകോവിൽ മേരികുളം നിരപ്പേക്കടയിൽ പട്ടാപ്പകൽ മോഷണ ശ്രമം. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ വെള്ളാപ്പാറയ്ക്ക് സമീപം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന കരിങ്കൽക്കെട്ട് വാഹന കാൽനട യാത്രികർക്ക് ഭീഷണി. ബലക്ഷയം മൂലം അപകടകരമായ കരിങ്കൽക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൊലുമ്പൻ സമാധിക്ക് സമീപം വനംവകുപ്പ് ഓഫീസിനോട് ചേർന്ന്. വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ നിർമ്മിച്ച ഭീമൻ കിണർ നികത്തി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇനിയും നടപ്പിലായില്ല. കിണർ നിർമ്മിച്ചതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നത് ആനച്ചാൽ ചിത്രപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ഐഷയും കുടുംബവും. മാസങ്ങൾ പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പിലാക്കാതെ വന്നതോടെ 15 ദിവസത്തിനകം കിണർ തൽസ്ഥിതിയിലാക്കണമെന്ന് ജില്ലാ ഭരണകൂടം. വിശദമായ വാർത്തകൾ. ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവുമായി എത്തിയ 4-അംഗ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. 22 കിലോ കഞ്ചാവുമായാണ് സംഘം പിടിയിലായത്. 3 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് കമ്പം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെന്നൈ സ്വദേശി സെൽവം, ഉസ്ലാംപേട്ടി സ്വദേശിനി പാണ്ഡീശ്വരി, കൊടൈക്കനാൽ സ്വദേശിനികളായ മുത്തുലക്ഷ്മി, കർപ്പകവല്ലി എന്നിവരാണ് അറസ്റ്റിലായത്. ആന്ധ്രാപ്രദേശിൽ നിന്നും കമ്പം വഴി കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കമ്പം ടൗണിൽ പരിശോധന നടത്തുകയായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം റോഡിൽ ഒരു ചാക്കുമായി 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ നിൽക്കുന്നത് കണ്ട പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. ഇവരുടെ കൈവശമുണ്ടായിരുന്ന ചാക്കിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ആന്ധ്രയിൽ നിന്നും വാങ്ങിയ കഞ്ചാവ് കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. മുൻപും ഇവർ കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്നും ഇവരുടെ പിന്നിൽ വൻ സംഘം ഉണ്ടെന്നുമാണ് സൂചന. പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇടുക്കിയിൽ നിരവധി ഇരുചക്രവാഹന മോഷണ കേസുകളിൽ പ്രതികളായ 2 യുവാക്കൾ പിടിയിൽ. മോഷ്ടിച്ച ബൈക്കിൽ യാത്ര ചെയ്യവേ അടിമാലിക്ക് സമീപത്ത് വെച്ച് വാഹനം അപകടത്തിൽപ്പെടുകയും പോലീസിന്റെ പിടിയിലാവുകയുമായിരുന്നു. ഏതാനും നാളുകൾക്കിടെ ജില്ലയിൽ നിന്ന് കാണാതായ വിവിധ ബൈക്ക് മോഷണ കേസുകളിൽ പ്രതികളാണ് അറസ്റ്റിലായത്. രാജാക്കാട് മാങ്ങാത്തൊട്ടി സ്വദേശി ഒറ്റപ്ലാക്കൽ അനൂപ്, അണക്കര സ്വദേശി വാഴയിൽ ചന്ദ്രപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 7-ാം തീയതി ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുക്കുടിയിൽ നിന്ന് ബൈക്ക് മോഷണം പോയിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നുവരികയാണ്. പ്രതികൾ പിടിയിലായത്. മോഷ്ടിച്ച ബൈക്കിൽ കോതമംഗലത്ത് പോയി തിരികെ വരുന്ന വഴി അടിമാലിക്ക് സമീപത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. തുടർന്ന് പെട്രോളിംഗിനെത്തിയ അടിമാലി പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു പ്രതികൾ. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ മുക്കുടിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കാണ് ഇവരുടെ കൈവശമുള്ളതെന്ന് പ്രതികൾ സമ്മതിച്ചു. ഇതോടെ പ്രതികളെ ഉടുമ്പൻചോല പോലീസിന് കൈമാറി. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതോടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും ഇരുവരും ചേർന്ന ബൈക്ക് മോഷ്ടിച്ച് കടത്തിയിട്ടുണ്ടെന്ന് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഈ ബൈക്ക് ഒരു ആക്സിഡന്റിൽപ്പെടുകയും ആക്സിഡന്റ് പറ്റി ഇവര് റോട്ടിൽ കിടന്ന ഇവരെ അടിമാലിയിലെ പോലീസ് ഇവരെ പിടികൂടി ആശുപത്രിയിൽ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഇവര് ഈ മുക്കുടി ഭാഗത്തു നിന്നും ഒരു ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല പോലീസ് അറിയിച്ച് ഞങ്ങൾ സ്ഥലത്ത് ചെന്ന് അടിമാലി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെയും ഈ പ്രതികളെയും ബൈക്കും ഞങ്ങൾ പോയി പരിശോധിച്ച് ഒരു ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവിടെ നടത്തിയ വിശദമായ പരിശോധനയിൽ ഇവര് ആണ് ഈ ബൈക്ക് മോഷ്ടിച്ചതെന്നും ഇത് കൂടാതെ ഇവര് ഇന്ന ദിവസം തന്നെ രാജാക്കാട് ഭാഗത്തു നിന്ന് രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും 2 ബൈക്കുകൾ കൂടി മോഷ്ടിച്ചിട്ടുണ്ടെന്നും അതിന് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. രാജാക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് 2ഉം കുമളി ചക്കുവള്ളത്ത് നിന്ന് 2 ബൈക്കുകളും ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്. മറ്റു മേഖലകളിൽ നിന്നും അടുത്തയിടെ ഇരുചക്ര വാഹനങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ പ്രതികൾക്ക് പങ്കുണ്ടോയെന്നും സംഘത്തിൽ മറ്റു പ്രതികൾ ഉണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അയ്യപ്പൻകോവിൽ മേരികുളം നിരപ്പേക്കടയിൽ പട്ടാപ്പകൽ മോഷണ ശ്രമം. നിരപ്പേക്കട സ്വദേശിയായ ഐലുമാലിൽ ലാലിച്ചൻ ജേക്കബിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. രാവിലെ 8:30യോടെയാണ് നിരപ്പേക്കട സ്വദേശി ആയിലുമാലിയിൽ ലാലിച്ചൻ ജേക്കബിന്റെ വീട്ടിൽ 2 പേരടങ്ങുന്ന സംഘം എത്തിയത്. ബൈക്കിൽ എത്തിയ ഇവർ വീടിന്റെ മുൻവശത്തെ പൂട്ടുപൊളിച്ച് അകത്തു കയറുകയായിരുന്നു. അപരിചിതരായ ആളുകളെ കണ്ട അയൽവാസിയായ ജിജി വീട്ടുകാരെ വിവരമറിയിച്ചു.
തുടർന്ന് വീട്ടുകാർ സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രതികൾ അടുക്കളയുടെ വാതിൽ തുറന്ന ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അന്നേരം ഒരാൾ സിറ്റൗട്ടിലോട്ട് കയറി. അപ്പോൾ ഞങ്ങൾ ഓർത്തോണ്ടിരുന്ന അവരുടെ ആരെങ്കിലും വന്നതായിരിക്കും എന്ന് ഓർത്തോണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 4 പാട് നോക്കുന്നുണ്ട്. ഞങ്ങൾ ഓടി ഇവിടെ വന്നപ്പോഴത്തേനും ഒരുത്തൻ ബൈക്കിൽ കയറി അങ്ങോട്ട് പോയി. അപ്പോൾ അകത്താളുണ്ടെന്ന് ആരും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പം അപ്രവേശത്തോടെ ഇറങ്ങി താഴേക്ക് പോകുന്നു. സംഭവത്തിന് തൊട്ടുമുമ്പ് ലാലിച്ചന്റെ ഭാര്യ മേരികുളത്തെ ഇവരുടെ വ്യാപാര സ്ഥാപനത്തിലേക്ക് പോയിരുന്നു. ഈ തക്കം നോക്കിയാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറിയത്. സംഭവം അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വീട്ടിൽ നിന്നും ഒന്നും നഷ്ടമായില്ല. വീട്ടുടമയുടെ പരാതിയെ തുടർന്ന് ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ വെള്ളാപ്പാറയ്ക്ക് സമീപം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന കരിങ്കൽക്കെട്ട് വാഹന കാൽനട യാത്രികർക്ക് ഭീഷണിയാകുന്നു. കൊലുമ്പൻ സമാധിക്ക് സമീപം വനംവകുപ്പ് ഓഫീസിനോട് ചേർന്നാണ് ബലക്ഷയം മൂലം അപകടകരമായ കരിങ്കൽക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ പ്രധാന ഓഫീസിന് സമീപത്താണ് കരിങ്കൽക്കെട്ട് ഏത് നിമിഷവും നിലം പതിക്കും വിധം അപകടകരമായി നിൽക്കുന്നത്. 25 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കരിങ്കൽക്കെട്ടിന്. കൊലുമ്പൻ സമാധി സന്ദർശിക്കുന്നവർക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും തകർന്നു വീഴാറായിരിക്കുന്ന കരിങ്കൽക്കെട്ട് ജീവന് തന്നെ ഭീഷണിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മഴക്കാലത്ത് ഇത് സംഭവിക്കാം. കാരണം അവിടെയുള്ള വഴി യാത്രക്കാർ ബസ് കയറാൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം. അത് ഉന്തി ഒരു സൈഡൊക്കെ തകർന്ന് തന്നെ ഏകദേശമൊക്കെ നിൽക്കുന്നു. ഏത് സമയത്തും അത് തകർന്നു വീണ് ആൾക്കാർക്കും റോഡും വരെ ബ്ലോക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അടിയന്തരമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് അത് ദുരന്ത നിവാരണ ദൗത്യത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത് പൊളിച്ച് നല്ല രീതിയിൽ പണിത് ആ റോഡിൻ്റെ ഒരു സംരക്ഷിക്കുവാനും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനും ആ റോഡ് മഴക്കാലത്ത് തകർന്നു പോകാതിരിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മോട്ടോർ വാഹന വകുപ്പിന് ഡ്രൈവിംഗ് ടെസ്റ്റിനായുള്ള ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ ഈ ഭാഗത്ത് റോഡിലാണ് എല്ലാ ആഴ്ചയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്. സമീപത്തെ കോളനിയിൽ നിന്നും സ്ഥിരമായി കൊലുമ്പൻ സമാധിയിൽ എത്തുന്നവർക്കും സംസ്ഥാന പാതയിലെ യാത്രക്കിടെ വിശ്രമിക്കാനായി വെള്ളാപ്പാറയിൽ ഇറങ്ങുന്നവർക്കുമെല്ലാം കരിങ്കൽക്കെട്ട് ഭീഷണിയാണ്. അടിയന്തരമായി സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ നിർമ്മിച്ച ഭീമൻ കിണർ നികത്തി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇനിയും നടപ്പിലായില്ല. ആനച്ചാൽ ചിത്രപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ഐഷയും കുടുംബവുമായിരുന്നു കിണർ നിർമ്മിച്ചതിനെതിരെ പരാതിയുമായി രംഗത്തു വന്നിരുന്നത്. കിണർ നിർമ്മാണം ഐഷയുടെ വീടിന് ഭീഷണിയും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതാണെന്നും കണ്ടെത്തിയതോടെയാണ് മുമ്പ് കിണർ നികത്തി തൽസ്ഥിതിയിലാക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടത്. മാസങ്ങൾ പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെ 15 ദിവസത്തിനകം കിണർ തൽസ്ഥിതിയിലാക്കണമെന്ന് ജില്ലാ ഭരണകൂടം വീണ്ടും ഉത്തരവിട്ടിരിക്കുകയാണ്. ഉണ്ടാകാനിടയുള്ള വലിയൊരു ദുരന്തത്തെ മുമ്പിൽ കണ്ടാണ് ആനച്ചാൽ ചിത്തിരപുരം സ്വദേശിയായ ഐഷയും കുടുംബവും മുമ്പോട്ട് പോകുന്നത്. തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കിണർ നിർമ്മിച്ചതോടെയായിരുന്നു ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത്. വിഷയത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ഐഷയ്ക്കും കുടുംബത്തിനും ആശ്വാസമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായി. കിണർ നിർമ്മാണം കുടുംബത്തിന് ഭീഷണിയാണെന്നും അപകട സാധ്യത നിലനിൽക്കുന്നുവെന്നും കണ്ടെത്തിയതോടെ കിണർ നികത്തി തൽസ്ഥിതിയിലാക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു. എന്നാൽ നാളിതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പിലായില്ല. മാസങ്ങൾ പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെ 15 ദിവസത്തിനകം കിണർ തൽസ്ഥിതിയിലാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് വീണ്ടും ഉണ്ടായിട്ടുള്ളതായി കുടുംബം പറയുന്നു. ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ വർഷം അതിന് ഞങ്ങൾക്ക് അനുകൂലമായി ഇത് കിണർ മൂടണം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കുകയും അന്ന് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അയക്കുകയും കാര്യങ്ങളും അതിൻ്റെ തുടർ നടപടികളും കാര്യങ്ങളും ചെയ്തു വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ റിസോർട്ട് ഉടമകൾ ഹൈക്കോടതിയിൽ പോയി അത് ജസ്റ്റ് അതിനെതിരെ സ്റ്റേ എടുക്കാൻ വേണ്ടിയിട്ട് അവരത് കൊടുക്കുകയുണ്ടായി. അവരത് ആ കേസ് ഓരോ ദിവസവും കേസ് മാറ്റി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടർ ഈ കഴിഞ്ഞ റെഡ് അലർട്ട് സമയത്ത് പുതിയൊരു ഉത്തരവ് ഇറക്കുകയും 15 ദിവസത്തിനുള്ളിൽ കിണർ മൂടി ക്ലിയർ ചെയ്യണമെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും അത് ചെയ്യാത്ത പക്ഷം പഞ്ചായത്തിനോട് 15 ദിവസത്തിന് ശേഷം അത് ചെയ്യുകയും അതിൽ വരുന്ന എക്സ്പെൻസ് അവരിൽ നിന്ന് RR ചെയ്ത് എടുക്കണമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങളെ ഈ ഒരു അപകടഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിനായി ഞങ്ങളെ സഹായിച്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വളരെയധികം നന്ദിയുണ്ട്. വീടിനോട് ചേർന്ന് ഭീമൻ കിണർ നിർമ്മിച്ചതോടെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത രൂപം കൊള്ളുകയായിരുന്നു. കിണറിന് വലിയ താഴ്ചയുണ്ട്. അപകടാവസ്ഥയിലുള്ള വീട് ഉപേക്ഷിച്ചു പോകുക എന്നതായിരുന്നു ഐഷയുടെയും കുടുംബത്തിൻ്റെയും മുമ്പിലുണ്ടായിരുന്ന പോംവഴി. ഇതിനെ തുടർന്നാണ് ഇവർ പരാതി നൽകിയത്.
ഈ പരാതിയിലാണ് കുടുംബത്തിന് ആശ്വാസം നൽകി കിണർ നികത്തി അപകട സാധ്യത ഒഴിവാക്കി നൽകണമെന്ന മുമ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായത്. ഈ ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെയാണ് വീണ്ടും കുടുംബത്തിന് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് വിവിധ പദ്ധതികളുടെ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ എം.എൽ.എ. AK മണി ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്ക് കട്ടിൽ വാങ്ങിയതിലും മിനി ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചതിലുമടക്കം ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂടാതെ SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം നടത്തിയതിലും മുരുകൻകോവിലിന് സമീപം മിനി മാക്സ് ലൈറ്റ് സ്ഥാപിച്ചതിലും അഴിമതി ആരോപിച്ചാണ് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രകടനമായിട്ടെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ദേവികുളം മുൻ എം.എൽ.എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK മണി സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അഴിമതി നടത്തുന്നതിൽ ചിന്നക്കനാൽ പഞ്ചായത്ത് 1ാം സ്ഥാനത്താണെന്ന് AK മണി ആരോപിച്ചു. ஒரு வளர்ச்சி திட்டங்களை உபயோகிக்காத ஒரு பஞ்சாயத்தாக அழிவு ஊழல் நம்பர் 1 இருப்பாங்க. ஊழல்ல அது கூட தீவிர கூட கேட்டோம். அந்த அளவுக்கு மோசமான நிலையில இங்க இருக்கக்கூடிய பஞ்சாயத்து தலைவிகள் பஞ்சாயத்து தலைவர்கள் எல்லாம் பஞ்சாயத்துகள் எல்லாம் ஆட்சி செய்கின்ற ஒரு செக்ரட்டரியாக்கும் இங்க இருக்காரு. நான் தப்புன்னு சொல்லல, அவர் ஆட்சி செய்யணும், கையெழுத்து போடணும். ஆனா பஞ்சாயத்து சட்டம் என்ன சொல்லுது? பஞ்சாயத்து எடுக்கக்கூடிய தீர்மானம், பஞ்சாயத்து பிரசிடென்ட் சொல்லக்கூடிய கட்டுப்பாடு, அந்த கட்டுப்பாட்டுக்கு கீழே இருந்து செயல்படுவதுதான் ஒரு செக்ரட்டரிக்கு பவர் என்று சொல்லி பஞ்சாயத்து பில்லு சட்டத்தில் சொல்லுகிறேன். நான் பஞ்சாயத்து பில்லு உண்டாக போது சட்டசபையில் இருந்தால் அதனால சொல்றேன். அப்ப அந்த அளவுக்கு மரியாதை இருக்கக்கூடிய ஒரு பஞ்சாயத்துல செக்ரட்டரி அதிகாரத்தில் என்ன வேணாலும் செய்யலாம்னு சொன்னா இந்த ஊழல்களை பற்றி எல்லாம் ராஜு விளக்கமாக சொன்னார். அருண் விளக்கமாக சொன்னார். ചിന്നക്കനാൽ മണ്ഡലം പ്രസിഡന്റ് P. വേൽമണി അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, ദേവികുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S. വിജയകുമാർ, ജനപ്രതിനിധികളായ വള്ളിയമ്മാൾ, സിനി ബേബി, ജയ്ഗീത, രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. പീരുമേട് ലാൻഡ്രം എസ്റ്റേറ്റ് ലക്ഷ്മി കോവിൽ ഡിവിഷനിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് IDFന്റെ നേതൃത്വത്തിൽ പീരുമേട് DYSP ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് P. ഷൺമുഖൻ സമരം ഉദ്ഘാടനം ചെയ്തു. പീരുമേട് ലാൻഡ്രം തെപ്പക്കുളം ലക്ഷ്മിക്കോവിൽ ഡിവിഷനിൽ മിച്ചഭൂമി സ്ഥലത്ത് താമസിക്കുന്ന പട്ടികജാതി വിഭാഗക്കാരുടെ കൃഷികളും വീടുകളും നശിപ്പിക്കുകയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ അതിക്രമവും നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് IDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പീരുമേട് ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് DYSP ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണയിൽ ജില്ലാ പ്രസിഡന്റ് പൊടിയൻ ആനിക്കൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് P. ഷൺമുഖൻ സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ PA ദാമോദരൻ, ഓമന തങ്കച്ചൻ, ജനറൽ സെക്രട്ടറി ഷാജി പാണ്ടിമാക്കൽ, മോഡറേറ്റർ കല്ലറ ശശീന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MS തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. കൊന്നത്തടി ചിന്നാറിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിന് കുത്തേറ്റു. ചിന്നാർ സ്വദേശി അലക്സിനാണ് കുത്തേറ്റത്. അലക്സ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയായിരുന്നു സംഭവം. പ്രതിയെന്ന് കരുതുന്ന മുരിക്കാശ്ശേരി സ്വദേശി ഡിനിലിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചിന്നാർ പാലത്തിന് സമീപമാണ് സംഘർഷമുണ്ടായത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. വെള്ളത്തുവൽ പോലീസായിരുന്നു ആദ്യം കേസെടുത്തത്. എന്നാൽ മുരിക്കാശ്ശേരി സ്റ്റേഷനിലേക്ക് കേസ് കൈമാറി. കുത്തേറ്റയാളും പ്രതിയും മുരിക്കാശ്ശേരി സ്റ്റേഷൻ പരിധിയിലുള്ളവരാണ്. കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ ഒരു വീട്ടിലെ 4 പേർ വെന്തുമരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് വേണ്ടത്ര ഗൗരവം പോലീസ് നൽകുന്നില്ലെന്ന ആരോപണവുമായി BJP ജില്ലാ കമ്മിറ്റി രംഗത്ത്. സംഭവത്തിൽ സംശയാസ്പദമായ പല സാഹചര്യങ്ങൾ നിലനിൽക്കെ സർക്കാരും പോലീസും വിഷയത്തിന് വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വിഷയത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. ബുധനാഴ്ച വിഷയത്തിൽ പ്രതിഷേധ യോഗം വിളിച്ച് ഒപ്പുശേഖരണം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 10-നായിരുന്നു കൊമ്പൊടിഞ്ഞാലിൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 9-ാം തീയതി വീടിന് തീപിടിച്ചുവെന്നാണ് അനുമാനം. ഈ കേസിലാണിപ്പോൾ പോലീസിനെതിരെ വിമർശനവുമായി BJP ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത്.
അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഇടുക്കി ഡിവൈഎസ്പിയെ പ്രമോഷനോടുകൂടി ആലപ്പുഴ ASP ആയി നിയോഗിച്ചത് വിഷയത്തെ പോലീസോ സർക്കാരോ ഗൗരവമായി കാണുന്നില്ലെന്നതിന്റെ തെളിവാണെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംഭവത്തിൽ സംശയാസ്പദമായ പല സാഹചര്യങ്ങളും നിലനിൽക്കെ സർക്കാരും പോലീസും വിഷയത്തിന് വേണ്ടത്ര ഗൗരവം നൽകുന്നില്ല. വിഷയത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബുധനാഴ്ച വിഷയത്തിൽ പ്രതിഷേധ യോഗം വിളിച്ച് ഒപ്പുശേഖരണം നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്ഥലം സർക്കിൾ ആണ്, CI ആണ് ഈ വിഷയം ആദ്യം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ജനങ്ങൾക്കിടയിൽ നിന്നും ഈ മരണത്തെപ്പറ്റി ദുരൂഹതയുണ്ട്, ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള ജനകീയമായിട്ടുള്ള രോഷം ഉയർന്നു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനും DYSPക്ക് അന്വേഷണ ചുമതല കൊടുക്കാനുമൊക്കെ പോലീസ് തയ്യാറായത്. അതിനു മുമ്പ് അതുപോലും ചെയ്തിരുന്നില്ല. എന്നിട്ടിപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഈ മരണം സംഭവിച്ച സമയത്ത് തന്നെ പോലീസിൻ്റെ ആദ്യത്തെ നിഗമനം ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് അപകടമുണ്ടായി എന്നുള്ളതായിരുന്നു. എന്നാൽ മൂലമറ്റത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു സാധ്യത ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ ദുർബലമായ ഒരു വീടായിരുന്നുവെന്ന് ഈ സ്ഥലം സന്ദർശിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാകും. പച്ച മൺകട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭിത്തികളാണ്. അതിൻ്റെ മേൽക്കൂര തടി കൊണ്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുമ്പോഴും ഷോർട്ട് സർക്യൂട്ടോ ഇനി സ്വാഭാവികമായ എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ 3 ശരീരങ്ങൾ ഈ രീതിയിൽ കത്തി നശിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ ആ വീട്ടിൽ ശേഖരിച്ചു വെക്കുന്ന ഒരു വീടല്ല, ഒരു സാധാരണ കുടുംബമാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായി നടത്തുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു ശ്രമം നടന്നിട്ട് പോലുമില്ല എന്നാണ് യഥാർത്ഥത്തിൽ സംഭവം സ്ഥലം സന്ദർശിച്ച ആളുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തണം. അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തുകയും അന്വേഷണം ഊർജിതമാക്കുകയും വേണമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല, ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു, വിവിധ ഭാരവാഹികളായ അനീഷ് CK, സഹദേവൻ കോനാട്ട്, സുഭാഷ് KA എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായി കട്ടപ്പന ചെറുതോണി റോഡിൽ AKG പടിയിൽ രോഗിയുമായി എത്തിയ ആംബുലൻസും 2 കാറുകളും കൂട്ടിയിടിച്ച അപകടം. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ദേശീയപാതയുടെ വീതി കുറവും സുരക്ഷിതമില്ലാത്ത വളവുകളും പാതയുടെ ഇരുവശത്തും വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങളുമാണ് അപകടങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസും കട്ടപ്പന ഭാഗത്തു നിന്ന് ചെറുതോണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ക്രെറ്റ കാറും ആംബുലൻസിന് പിന്നിലായി കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന വെള്ളിയാങ്കുടി സ്വദേശിയുടെ ഓൾട്ടോ കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കട്ടപ്പന ചെറുതോണി റോഡിൽ AKG പടിക്കും ആനപ്പടിക്കും ഇടയിലാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ രോഗിയോടൊപ്പം ആംബുലൻസിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. മറ്റാർക്കും കാര്യമായ പരിക്കുകളില്ല. അപകടത്തിൽ ആംബുലൻസിന്റെ മുൻഭാഗവും കാറുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം നിലച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. പാതയുടെ വീതി കുറവാണ് പലപ്പോഴും ഇവിടെ അപകടങ്ങൾക്ക് കാരണമെന്നാണ് പരാതി. അതോടൊപ്പം വലിയ വളവുകളും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങളും അപകടങ്ങൾക്ക് കാരണമാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കടക്കം നിരവധി ആംബുലൻസുകൾ കടന്നുപോകുന്ന പാതയാണിത്. അതോടൊപ്പം ജില്ലാ ആസ്ഥാനത്തേക്കും എറണാകുളത്തേക്കും വാഹനങ്ങൾ കടന്നുപോകുന്നതും ഈ പാതയിലൂടെ തന്നെയാണ്. മയക്കുമരുന്ന് ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാരോപിച്ച് LDF ഇരട്ടയാറ്റിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ഉപ്പുകണ്ടം ആലേപ്പുരിക്കൽ AS രതീഷും 2 ഇതര സംസ്ഥാനക്കാരും കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം ഇരട്ടയാറിൽ പിടിയിലായിരുന്നു. ലഹരി മാഫിയകൾക്കെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുകയും പോലീസും എക്സൈസും ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിവരികയുമാണ്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുമായി പിടിയിലാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇത്തരം മാഫിയകളെ വളർത്തുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും ഇത്തരക്കാരെ ജനങ്ങൾ പൂർണ്ണമായി അകറ്റി നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു.
LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ PB ഷാജി അധ്യക്ഷനായിരുന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടി, ലാലച്ചൻ വെള്ളക്കട, CPM ലോക്കൽ സെക്രട്ടറി റിൻസ് ചാക്കോ, CPI ലോക്കൽ സെക്രട്ടറി ബെന്നി മുത്തുമാംകുഴി, നേതാക്കളായ ഫ്രെഡി മാത്യു, ബിജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിത ഭവനരഹിതർക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഭൂമി നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ഭൂമിയുടെ ആധാരം കൈമാറി. ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി ലൈഫ് മിഷൻ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ലൈഫ് ചിറ്റിലപ്പള്ളി ഭവന പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് നടപ്പിലായത്. കാഞ്ചാർ പഞ്ചായത്തിൽ താമസക്കാരായ 2 കുടുംബങ്ങൾക്കാണ് സ്ഥലം നൽകിയത്. ഓരോ കുടുംബത്തിനും 5 സെന്റ് സ്ഥലം വീതമാണ് നൽകുന്നത്. കാഞ്ചാർ 2ാം വാർഡിലാണ് സ്ഥലം ലഭ്യമായത്. സ്ഥലത്തിന്റെ ആധാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിലിന് കൈമാറി. തുടർന്ന് ഓരോ കുടുംബങ്ങൾക്കും സ്ഥലത്തിന്റെ ആധാരം കൈമാറി. ലൈഫ് പദ്ധതിയിൽ അർഹതയുണ്ടായിട്ടും സ്ഥലം ഇല്ലാത്തതിനാൽ ഇവർക്ക് വീട് ലഭിച്ചിരുന്നില്ല. 5 സെന്റ് സ്ഥലം ലഭിച്ചതോടെ ഏറെക്കാലത്തെ ആഗ്രഹം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇരു കുടുംബവും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, സെക്രട്ടറി സിമി കെ ജോർജ്, വിഇഒമാരായ വി രമ്യ, ശീതൾ ശ്രീധരൻ, വാർഡ് മെമ്പർ ലിനു ജോസ്, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ കുരുന്നുകൾക്ക് ഒരു ചിരി പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷനെ സംബന്ധിച്ചുള്ള അസോസിയേഷൻ്റെ നെടുന്തൂണാണ് യൂത്ത് വിങ്. ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് അംഗത്തിലെ മുഴുവൻ ആൾക്കാരും ഒരുമാതിരി ആൾക്കാരെല്ലാം ഇവിടെ സന്നിധരാണ്. ഒത്തിരി സന്തോഷം. ഞാൻ ഈ പ്രാർത്ഥനാഗാനം ആലപിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഈ പിള്ളേരുടെ അതിനോടുള്ളൊരു റെസ്പോൺസാണ്. വളരെ ഭക്തിപരമായി അവരതിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ അതേത് ദിശയിലേക്കാണ് അത് നയിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഒത്തിരി സന്തോഷമുണ്ട്. ട്രൈബൽ സ്കൂളിൽ ഞാൻ അങ്ങനെ വരാം 2ാമത്തെ പ്രാവശ്യമാണ് വന്നത്. അതിനെനിക്ക് തന്ന അംഗീകാരത്തിനും ഈ സംഘടനയ്ക്ക് നൽകിയ അംഗീകാരത്തിനും എൻ്റെ പിള്ളേർക്ക് നൽകുന്ന അംഗീകാരം, എൻ്റെ പിള്ളേരെന്ന് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ യൂത്ത് വിങ് പിള്ളേർ, ബുക്ക്, പേന, പെൻസിൽ, ചോറ്റുപാത്രം, കുട, ബാഗ് തുടങ്ങിയവ ഉൾപ്പെടുന്ന 1000 രൂപ വിലമതിക്കുന്ന 51 കിറ്റുകളാണ് സ്കൂൾ അധികൃതർക്ക് കൈമാറിയത്. കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിയാസ് AK അധ്യക്ഷനായിരുന്നു. മർച്ചന്റ് യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി അജിത് സുകുമാരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് MK തോമസ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, ഹെഡ്മിസ്ട്രസ് സിന്ധു MT, PTA പ്രസിഡന്റ് സിന്ധു വിനോദ്, SMC ചെയർമാൻ മനോജ് പതാലിൽ, മർച്ചന്റ് യൂത്ത് വിംഗ് ട്രഷറർ ശ്രീധർ R, സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. ജ്യോതി ജീവപൂർണ ട്രസ്റ്റ് അർച്ചന വിമൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണ സെമിനാറും കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും കട്ടപ്പനയിൽ നടന്നു. നഗരസഭാ കൗൺസിലർ ബിന്ദുലത രാജു ഉദ്ഘാടനം ചെയ്തു. അർച്ചന വിമൻസ് സെന്റർ പ്രോജക്ട് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ ബിന്ദുലത രാജു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഫെവിത K വിശ്വം സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഉണ്ണിമായ P, യൂണിറ്റ് ഓഫീസർ ബിന്ദു സന്തോഷ്, ആർച്ച്ഫെഡ് മെമ്പർമാരായ സുസമ്മ എബ്രഹാം, മേരി മാത്യു, ഷൈബി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന 20 ഏക്കർ പൊന്നിക്കവല റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ നടക്കുന്നതിനാൽ 15 ദിവസത്തേക്ക് റോഡിൽ ഗതാഗതം നിരോധിച്ചു. റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകും വരെ പ്രവർത്തനങ്ങളോട് നാട്ടുകാരും പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ ലീലാമ ബേബി പറഞ്ഞു. കട്ടപ്പന 20 ഏക്കർ ആശുപത്രി മുതൽ പൊന്നിക്കവല വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 15 ദിവസത്തേക്ക് റോഡ് അടച്ചിടുന്നത്. റോഡിലെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വശങ്ങളിൽ ഐറിഷ് ഓട നിർമ്മിക്കും. കട്ടപ്പന നഗരസഭ വാർഡ് 27 തോവരയാറിൽ 20 ഏക്കർ ആശുപത്രി മുതൽ പൊന്നിക്കവല വരെയുള്ള ഭാഗം റോഡിൻ്റെ ഐറിഷ് ഓടയും കോൺക്രീറ്റും ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് ഈ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും നമ്മുടെ മന്ത്രിയുമായ റോഷി അശ്വിൻ സാറിൻ്റെ 20 ലക്ഷം രൂപയുടെ ഫണ്ടാണ്. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വർക്കിന് നിരവധിയായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഈ ഫണ്ട് നിർമ്മിതിയെ കൊണ്ട് എടുപ്പിക്കുന്നതിനും വർക്ക് ചെയ്യുന്നതിനും വേണ്ട കാലതാമസം ഉണ്ടായിട്ടുണ്ട്. നിരവധി യാത്രക്കാരും നിരവധി വാഹനങ്ങളും ഇതിൽ കടന്നു പോകുന്നതിനാൽ നിരവധി ആളുകൾക്ക് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് 2 സൈഡിലും ഐറിഷും അതുപോലെ ഈ 20 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ ഉള്ള കോൺക്രീറ്റും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. 20 ഏക്കർ പരിസരത്ത് നിന്നുള്ള ഓട്ടോ ഡ്രൈവർമാർ ആ വാഹനങ്ങൾ
ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുകയും ആ ഭാഗം ഐറിഷ് ചെയ്യേണ്ടത് ഞാൻ സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ വരുമാന മാർഗം നമുക്കറിയാം, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരു 10-15 ദിവസങ്ങൾ. പ്രിയപ്പെട്ട ഈ റോഡിൻ്റെ ഗുണഭോക്താക്കൾ എല്ലാവരും സഹകരിക്കുകയും ആ റോഡിന് വേണ്ട എല്ലാ ആവശ്യങ്ങളും, ആ റോഡ് പണിയുമ്പോൾ വേണ്ട എല്ലാ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. MLA ഫണ്ടിൽ നിന്നും റോഷി അഗസ്റ്റിൻ അനുവദിച്ച 20 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. അതേസമയം 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും കൗൺസിലർ അറിയിച്ചു. അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ചക്ക ഫെസ്റ്റിവലും സ്വയം തൊഴിൽ സംരംഭകർക്കുള്ള ലോൺ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ ചക്ക ഉപയോഗിച്ച് തനത് ശൈലിയിൽ നിർമ്മിച്ച വിവിധതരം ഭക്ഷണങ്ങളുടെ പ്രദർശനമാണ് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നത്. ചക്കപ്പായസം, ലഡു, കട്ട്ലൈറ്റ്, ചക്കപ്പുഴുക്ക് തുടങ്ങി വിവിധതരം ഭക്ഷണങ്ങൾ പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നു. പ്രദർശന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം കുടുംബശ്രീ അംഗങ്ങൾക്ക് വീടുകളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലോണുകളുടെ വിതരണവും നടന്നു. ഇന്നത്തെ തലമുറയായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇന്നൊരു ചക്ക വേവിച്ചതോ അല്ലെങ്കിൽ ഒരു പച്ച ചക്കച്ചുളയോ അല്ലെ ഇതൊന്നും അവർക്ക് വേണ്ട. ചക്ക വറുത്തതൊക്കെ ആണെങ്കിൽ അവർ കഴിക്കും. പക്ഷേ ഈ വേവിച്ചതോ പുഴുങ്ങിയതോ ഒന്നും അവർക്ക് വേണ്ട. ചക്കപ്പഴം പോലും വേണ്ടാത്ത കുട്ടികളുടെ തലമുറയാണ് ഇന്ന് നമുക്കുള്ളത്. നാളത്തെ തലമുറ ഇവിടെ ആഹാരം, പോഷകം, ആരോഗ്യം, അതുപോലെ തന്നെ ശുചിത്വം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ നല്ലൊരു തലമുറയെ കെട്ടിപ്പടുക്കണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു തലമുറയും ശുചിത്വമുള്ള ഒരു തലമുറയും പോഷകമുള്ള ഒരു തലമുറയായിട്ട് മാറിയാൽ മാത്രമേ അവർ ഈ സമൂഹത്തിൽ നല്ല കെട്ടുറപ്പുള്ളൊരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നതാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ചെയർപേഴ്സൺ രജിത സാജൻ, വൈസ് ചെയർപേഴ്സൺ ഷൈനി ആന്റണി, സുജന്തി ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ജെറി, സെൽവരാജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ വാളാടി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റിലിൻ കല്ലറക്കൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞാൽ സംഘടിച്ചു നിൽക്കുന്ന സമൂഹത്തിനിടയ്ക്കിലേക്ക് ഒരു ഉദ്യോഗസ്ഥനും ഒരു രാഷ്ട്രീയക്കാരനും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലുള്ളതുപോലെ ഒരു വ്യാപാര ദ്രോഹ നടപടിയുമായി വരത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ സംഘടിത ശക്തിയാണെന്ന് സമൂഹത്തിന് തോന്നാം. നിങ്ങൾക്ക് തോന്നണം, അവിടെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു കടയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ 150 മെമ്പർമാർ ഇപ്പോൾ ഉണ്ട്. ഈ 150 അംഗങ്ങളും ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ ഒരു പ്രശ്നമുണ്ടായാൽ കൂടും, അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ള തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള അതാണ് ഈ സംഘടന നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് മനസ്സിലാക്കാം. പരിപാടിയോടനുബന്ധിച്ച് വ്യാപാരികൾക്കായി പ്രത്യേക ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റിലെ അംഗങ്ങളായിട്ടുള്ള വ്യാപാരികളുടെ മക്കളിൽ SSLC, +2 ബിരുദം, ബിരുദാനന്തര ബിരുദം തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ പരിപാടിയുടെ ഭാഗമായി അനുമോദിച്ചു. ഇടുക്കിയുടെ പാതുവ എന്നറിയപ്പെടുന്ന കട്ടപ്പന വെട്ടിക്കുഴക്കവല സെന്റ് പോൾസ് ആശ്രമത്തിലെ അത്ഭുത പ്രവർത്തകനായ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ആരാധനയും വിശുദ്ധ കുർബാനയും നടന്നു. ജൂൺ 3-ാം തീയതി മുതൽ ആരംഭിച്ച തിരുനാൾ 17-ാം തീയതി സമാപിക്കും. ഫാദർ പീറ്റർ കണ്ണമ്പുഴ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജൂൺ 17-ാം തീയതിയാണ് പ്രധാന തിരുനാൾ. അന്ന് രാവിലെ ആരാധന, നൊവേന, തിരുശേഷിപ്പ് വണക്കം, നേർച്ച വിതരണം, ജപമാല തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശേഷം രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും. ഫാദർ മാത്യു ചെറുപറമ്പിൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ ബിനോയ് തേനമാക്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ലതിഞ്ഞ, പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവയും നടക്കും. ധർമ്മീയ പ്രവാചകനോട് അരളിച്ചയുടെ വചനത്തിൻ്റെ ഏറ്റവും മാതൃകയായ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ, അഴുകാത്ത നാവിൻ്റെ ഉടമയായ വചനപ്രഘോഷത്തിൻ്റെ ആസ്വാദകനായ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ വെട്ടിക്കുഴക്കവല തീർത്ഥാടന ദേവാലയത്തിൽ, ഇടുക്കിയുടെ പാതു എന്നറിയപ്പെടുന്ന തീർത്ഥാടന ദേവാലയത്തിൽ ജൂൺ മാസം 17-ാം തീയതി ആഘോഷിക്കുകയാണ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ തീർത്ഥാടന ദേവാലയത്തിലേക്ക് വിശുദ്ധനോടൊപ്പം ദിവ്യകാരുണ്യീശോയെ ആരാധിക്കുവാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ബലിയിലും തിരുക്കർമ്മങ്ങളിലും ഊട്ടുനേർച്ചയിലും പങ്കെടുത്ത്
നിങ്ങളെല്ലാവരും ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വെട്ടിക്കുഴക്കാലിലെ തിരുക്കർമ്മങ്ങൾ എല്ലാ ചൊവ്വാഴ്ചകളും രാവിലെ 5:15 ആരാധന തുടങ്ങിയാൽ വൈകുന്നേരം 9:15 വരെ ആരാധനയും കുർബാനയും നൊവേനയുമാണ്. അനേകായിരങ്ങൾ വന്ന് വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയുടെ സ്നേഹത്തിൽ വളരാനുള്ള വലിയൊരിടമായിട്ട് വെട്ടിക്കുഴക്കവല തീർത്ഥാടന ദേവാലയം ഇടുക്കിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിൽ പ്രത്യേക നിയോഗങ്ങൾ വെച്ചാണ് പെരുന്നാൾ കർമ്മങ്ങൾ നടക്കുന്നത്. ജൂൺ 16-ന് മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. ഡയറക്ടർ ഫാദർ അലോഷ്യസ് പോളക്കൽ, സുപ്പീരിയർ ഫാദർ പ്രതീഷ് കാരിക്കുന്നേൽ, ഫാദർ സോനു മേലെടുത്ത, ഫാദർ വിനയ് തെക്കിനാത്ത, ചാക്കോ കുറുമുള്ളും തടത്തിൽ, ബാബു കോലാട്ട, ജോസ് പേടിക്കാട്ടുകുന്നേൽ, സാബു കുടുംബക്കുഴിയിൽ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകും. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ 2025-26 വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ എല്ലാ കുട്ടികളും പങ്കെടുത്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിൽ സംഘടിപ്പിച്ച വോട്ടിംഗ് 6 ബൂത്തുകളിലായാണ് ക്രമീകരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം മുതൽ വോട്ടെണ്ണൽ വരെ ആവേശം നിറഞ്ഞു നിന്ന അനുഭവമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തിച്ചുറ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ അജീഷ് സെബാസ്റ്റ്യൻ, അധ്യാപകരായ ജോസിമോൾ ജോസ്, റോസ് മാത്യു, അന്നമ്മ, ജിബിൻ എന്നിവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ സൂര്യനെല്ലി യൂണിറ്റിന്റെ രൂപീകരണവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലബ്ബ് രൂപീകരണ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പുതുതായി രൂപീകരിച്ച സൂര്യനെല്ലി ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുടെ സപ്പോർട്ടോടുകൂടി ഈ ഒരു പ്രസ്ഥാനം വഴി സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള ഒരു നിയോഗമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ, ഞാനത് വളരെ വ്യക്തമായി സ്പഷ്ടമായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് ചില കാലഘട്ടങ്ങളിൽ. കാരണം ആഗോളതലത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്റർനാഷണലിൽ നിന്ന് ഫണ്ട് കിട്ടും, അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് ഒത്തിരിയേറെ സോഴ്സ് ഉണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി തെറ്റല്ല. തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പുതിയ അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും സ്ഥാനാരോഹണവും സത്യപ്രതിജ്ഞയും നടന്നു. സത്യപ്രതിജ്ഞയ്ക്ക് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് നേതൃത്വം നൽകി. MS സാബു പ്രസിഡന്റും S മനോജ് സെക്രട്ടറിയും ആന്റണി വർഗീസ് ട്രഷററുമായിട്ടുള്ള 13-അംഗ ഭരണസമിതിയാണ് ചുമതലയേറ്റത്. ക്ലബിന്റെ ആദ്യ സാമൂഹിക സേവന പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം ചികിത്സാ സഹായം നൽകിക്കൊണ്ട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ ശ്രീകുമാർ നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് ബൈസൺ വാലി യൂണിറ്റ് പ്രസിഡന്റ് സൈമി കെ ജോയിയുടെ നേതൃത്വത്തിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം സെക്രട്ടറി ജെയിൻ അഗസ്റ്റിൻ, റീജിയണൽ ചെയർമാൻ MS സന്തോഷ് കുമാർ, സോൺ ചെയർമാൻ ജോർജ് അരിപ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനുള്ളിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. കട്ടപ്പന CSI പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ നിന്നുമാണ് പാമ്പ് പിടുത്ത വിദഗ്ധൻ MK ഷുക്കൂർ പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറിയത്. പാലശ്ശേരിയിൽ ജസ്റ്റിന്റെ ഡിയോ സ്കൂട്ടറിലാണ് പാമ്പ് കയറിയത്. സ്കൂട്ടറിന്റെ സമീപത്തുണ്ടായിരുന്ന ആളുകളാണ് പാമ്പ് സ്കൂട്ടറിന്റെ ഉള്ളിലേക്ക് കയറുന്നത് കണ്ടത്. തുടർന്ന് വാഹന ഉടമയെയും പാമ്പ് പിടുത്ത വിദഗ്ധൻ ഷുക്കൂറിനെയും വനപാലകരെയും വിവരമറിയിച്ചു. വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിച്ച സ്കൂട്ടർ മുഴുവനായി അഴിപ്പിച്ചു. വാഹനത്തിന്റെ ഹാൻഡിലിൽ മീറ്ററിന് താഴെയാണ് പാമ്പിരുന്നത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടിയത്. പുല്ലാനി മൂർഖൻ എന്നറിയപ്പെടുന്ന സ്പെക്ടാക്കിൾസ് കോബ്ര ഇനത്തിലുള്ള പാമ്പിനെയാണ് പിടികൂടിയത്. ഏകദേശം ഒരാഴ്ചയായി വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. മഴക്കാലത്ത് നിർത്തിയിടുന്ന വാഹനത്തിനുള്ളിൽ പാമ്പുകൾ കയറുന്നത് പതിവാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പാമ്പിന്റെ കടിയേൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ആളുകൾ നിർത്തിയിട്ട വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയുണ്ടാകണമെന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ ഷുക്കൂർ പറഞ്ഞു. വലിയ വലിപ്പമുള്ള മൂർഖനൊന്നുമല്ല, പ്രായം കുറഞ്ഞ കുഞ്ഞു മൂർഖനാണ്. എങ്കിൽ പോലും നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴും നിൽക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം നമ്മൾ ചുമ്മാ ആണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
ഈ മഴക്കാലമാകുമ്പോൾ പാമ്പുകൾ നമ്മൾ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കുറച്ച് ദിവസം താമസിച്ചെടുക്കുന്ന വാഹനങ്ങളിലൊക്കെ എലിയായാലും പാമ്പായാലും ഏറ്റവും കൂടുതൽ ഡേഞ്ചർ നമുക്ക് പാമ്പുകളാണ്. പാമ്പുകൾ കയറാതെ നോക്കുക. ഇതുങ്ങളുടെ ഒരു പ്രജനന കാലഘട്ടമാണ്. ആ സമയത്ത് ഇതുങ്ങളിങ്ങനെ എന്താ പറയുക ഭക്ഷണം അലഞ്ഞ് നടക്കുന്നൊരു സമയമാണ്. ഈ പള്ളിയുടെ പുറത്ത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു മണ്ണിൻ്റെ ഒരു നില പോലും ഇല്ല, മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ടൈൽസ് ഇട്ടേക്കുന്ന സ്ഥലമാണ്. എങ്കിൽ പോലും എന്നിട്ട് പോലും ഇതിനകത്ത് സ്കൂട്ടറിനകത്ത് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ വാഹനം എടുക്കുമ്പോഴെല്ലാം ഒന്ന് പ്രത്യേകിച്ച് സ്കൂട്ടറുകൾ എടുക്കുമ്പോൾ ഒന്ന് തട്ടിക്കുറഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലെ വൈസർ ഒന്ന് ശ്രദ്ധിക്കും. മിക്കവാറും വൈസറിനകത്തുനിന്നാണ് പാമ്പുകളെ കിട്ടാറ്. ഇത്തവണ ഇതിനകത്തുനിന്നും വൈസറിനകത്തുനിന്നാണ് കിട്ടിയത്. ഷുക്കൂറിനൊപ്പം കട്ടപ്പന ഫോറസ്റ്റ് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ആർ രതീഷ്, എസ് അനീഷ്, ടി ഡി വത്സൻ എന്നിവരുമുണ്ടായിരുന്നു. തിരക്ക് നിറഞ്ഞ ടൗണിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ കയറി ഒളിച്ച വിരുദ്ധനെ കാണാൻ നിരവധി ആളുകളാണ് ഓടിക്കൂടിയത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലേല വിവരം. ആകെ ലോട്ട് 155. വിൽപ്പനയ്ക്ക് വന്നത് 31,375. വിൽപ്പന നടന്നത് 30,601. കൂടിയ വില 2,924. ശരാശരി വില 2,411. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ. ഏലം കൂടിയ വില 2,350. ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 410. ഗ്രാമ്പു 780. കൊക്കോ 80. റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,945 രൂപ. വെള്ളി 119. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവുമായി എത്തിയ 4-അംഗ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. സംഘം പിടിയിലായത് 22 കിലോ കഞ്ചാവുമായി. കമ്പം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് 3 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തെ. ഇടുക്കിയിൽ നിരവധി ഇരുചക്രവാഹന മോഷണ കേസുകളിൽ പ്രതികളായ 2 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് ഏതാനും നാളുകൾക്കിടെ ജില്ലയിൽ നിന്ന് കാണാതായ വിവിധ ബൈക്ക് മോഷണ കേസുകളിലെ പ്രതികൾ. അയ്യപ്പൻകോവിൽ മേരികുളം നിരപ്പേക്കടയിൽ പട്ടാപ്പകൽ മോഷണ ശ്രമം. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ വെള്ളാപ്പാറയ്ക്ക് സമീപം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന കരിങ്കൽക്കെട്ട് വാഹന കാൽനട യാത്രികർക്ക് ഭീഷണി. ബലക്ഷയം മൂലം അപകടകരമായ കരിങ്കൽക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൊലുമ്പൻ സമാധിക്ക് സമീപം വനം വകുപ്പ് ഓഫീസിനോട് ചേർന്ന്. വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ നിർമ്മിച്ച ഭീമൻ കിണർ നികത്തി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇനിയും നടപ്പിലായില്ല. കിണർ നിർമ്മിച്ചതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നത് ആനച്ചാൽ ചിത്രപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ഐഷയും കുടുംബവും. മാസങ്ങൾ പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പിലാക്കാതെ വന്നതോടെ 15 ദിവസത്തിനകം കിണർ തൽസ്ഥിതിയിലാക്കണമെന്ന് ജില്ലാ ഭരണകൂടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.